ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു 3 യുവാക്കളെ കാണുന്നതായിട്ടാണ് കാണുന്നത്. ആ ഭാഗത്ത് ഒരുപക്ഷെ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വരുന്നവരായിട്ടാണ്. ഒന്നാമത്തെ മനുഷ്യൻ ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, യുവാവ്, ഞാൻ നിന്നെ അനുഗമിക്കട്ടെ? ക്രിസ്തുവിൻ്റെ മറുപടി, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടും, മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ ഇടവുമില്ല എന്ന. എന്നാൽ രണ്ടാമതൊരു മനുഷ്യനെ കർത്താവ് കാണുമ്പോൾ അവനോട് ചോദിക്കുക, നീ എൻ്റെ പിന്നാലെ വരുന്നുവോ? അപ്പോൾ അവന് പറയുന്നത്, ഞാൻ എൻ്റെ ഭവനത്തിൽ പോയി അമ്മയപ്പന്മാരോട് അനുവാദം ചോദിക്കട്ടെ. മറ്റൊരുത്തനെ കാണുമ്പോഴും അവനും പറയുന്നത്, എൻ്റെ പിതാവിനെ അടക്കം ചെയ്തിട്ട് വരട്ടെ, പിന്നെ ഞാൻ നിന്നെ അനുഗമിക്കാമെന്നുള്ളത്. ഈ വേദഭാഗത്തെ നമ്മൾ വളരെ വേഗത്തിലൊന്ന് ചിന്തിച്ചാൽ 3 കാര്യങ്ങൾ ഞാൻ വായിക്കുക. ഒന്ന്, പ്രധാനമായി പ്രതീക്ഷ കൂടാതെ ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ? ഒന്നാമത്തെ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കുവാനിടയിൽ. കാരണം നീ എന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വെച്ചിട്ടാണോ? കാരണം ഏതൊക്കെയോ ലഭിക്കും, ദൈവരാജ്യമുണ്ട് എന്നും അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ സിംഹാസനങ്ങളുണ്ട് എന്നൊക്കെ മറ്റ് ശിഷ്യന്മാരോട് പറയുന്നത് നീ കേട്ടിട്ട് ഏതോ പ്രതീക്ഷകളോടുകൂടിയാണ് നീ എന്നെ അനുഗമിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഒന്നും ലഭിക്കാതെ നീ എന്നെ അനുഗമിക്കുവാൻ തയ്യാറുണ്ടോ എന്നുള്ള ഒരു വലിയ ചോദ്യമാണ് ഞാനിവിടെ വായിച്ചത്. അപ്പം പ്രതീക്ഷ കൂടാതെ ദൈവത്തെ അനുഗമിക്കാമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ വേദഭാഗത്തിൻ്റെ 2-ാം ഭാഗത്തുള്ള മനുഷ്യരെ വായിക്കുമ്പോൾ, യുവാക്കളെ വായിക്കുമ്പോൾ, അതായത് അവരോട് പറയുന്നുണ്ടല്ലോ, അതായത് അവിടെ പറയുന്നത്, പിതാവിൻ്റെ അടുക്കൽ പോയി അനുവാദം ചോദിച്ചു വരട്ടെ എന്നും അല്ലെങ്കിൽ അപ്പനെ അടക്കം ചെയ്തിട്ട് വരട്ടെ എന്ന് പറയും. ഈ 2 പേരെയാണ് കാണുന്നത്. ഇവിടെയാണ് അനുസരണത്തിലൂടെ അനുഗമിക്കാമെന്നുള്ളതാണ്. കർത്താവിനോട് ചോദിക്കുക, നീ എന്നെ അനുഗമിക്കുക? ഒരു വാക്കാ ചോദിച്ചത്. ഞാൻ പറയുന്നത് കേട്ട് നിനക്കനുസരിച്ച് എന്നെ അനുഗമിക്കാൻ കഴിയുമോ? അപ്പോൾ 3-ാമത്തെ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, നിന്റെ പ്രവൃത്തികൾ നീ വിചാരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി അനുഗമിക്കാൻ കഴിയും. അവൻ പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനെ അടക്കം ചെയ്തിട്ട് വരട്ടെ. ഇവിടെയൊക്കെ വായിക്കുമ്പോൾ തോന്നുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു പറയുന്ന വാക്കുകളെ അനുസരിച്ചുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തെ അനുഗമിക്കാൻ കഴിയുമോ? ഇതാണ് നമ്മുടെയൊക്കെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചകളിലും ഇതുണ്ടാകണം. ദൈവത്തെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ആവശ്യങ്ങളെ പ്രതി അന്വേഷിക്കുകയല്ല വേണ്ടത്. ദൈവവചനത്തെ പോലും അതിനെ പൂർണ്ണ അനുസരണത്തോടും താല്പര്യത്തോടും കൂടി അതിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അനുഗമിക്കാൻ കഴിയുമോ? അല്ലാതെ നമ്മൾ വിചാരിക്കുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ അനുഗമിക്കാൻ കഴിയുമോ? ഇങ്ങനെ ചില ചോദ്യങ്ങളാണ് ആദ്യമായി ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരു ആത്മീക മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു വരേണ്ടത്. എന്നാൽ ഈ വേദഭാഗത്തെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, ദൈവത്തെ അനുഗമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനമുള്ളതെല്ലാം ഉപേക്ഷിക്കണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അത് അപ്പനാകാം, അമ്മയാകാം, ധനമാകാം, സമൂഹമാകാം, സ്നേഹിതന്മാരാകാം, എല്ലാം ശരിയാണ്. അപ്പോൾ ദൈവത്തെ അനുഗമിക്കുമ്പോൾ ദൈവം പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രഥമ സ്ഥാനമുള്ളത് ഉപേക്ഷിക്കണം. അവിടെയാണ് അവൻ്റെ മനസ്സിൽ പ്രഥമ സ്ഥാനം. ക്രിസ്തുവെന്ന് പറയുന്നത് നാമമാത്രമായ ഒരു പേരല്ല, അത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് നിന്റെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് മാറ്റിമറിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയായിട്ട് നമ്മളതിനെ വായിക്കണം. അപ്പോൾ ദൈവത്തെ അനുഗമിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനമുള്ളതെല്ലാം ഉപേക്ഷിക്കുക. അവിടെയാണ് നീ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഗമിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ദൈവത്തെ അനുഗമിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടി വരുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനമുള്ളതെല്ലാം അതേപടി നിലനിർത്തിക്കൊണ്ട് ദേവാലയങ്ങളിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ മാത്രമാണ് നാം പലപ്പോഴും ജീവിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഒന്ന് മാറേണ്ടത്. ദൈവത്തെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നാം ജീവിതത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടൊരു യാത്ര ആരംഭിക്കണമെന്ന് നമ്മൾ വായിക്കുക. എന്നാൽ ക്രിസ്തു ഈ 3 മനുഷ്യരോട് പറയുന്നതിൽ അർത്ഥവത്തായി എനിക്ക് തോന്നുന്നത്,
നിന്നിലൂടെ പണിയപ്പെടേണ്ടത് ഒരു ഭവനമല്ല, ഒരു സമൂഹമാകണം. ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ഒരു ഭവനം, പിതാവ്, മാതാവ്, ഒരു ചെറിയ സമൂഹത്തിൻ്റെ പദ്ധതികളും പ്ലാനുകളുമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ക്രിസ്തു 3 യുവാക്കളോടും പറയുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ മനുഷ്യനോടല്ല, ബാക്കി 2-ാമത്തെ 3-ാമത്തെ യുവാക്കളോട് പറയുന്നത്, നിന്നിലൂടെ പണിയേണ്ടത് നിൻ്റെ അപ്പനെയും അമ്മയെക്കുറിച്ചും അപ്പൻ്റെ മരണത്തെക്കുറിച്ചും മാത്രമാണ് നീ ചിന്തിക്കുന്നത്. നിന്നിലൂടെ പണിയപ്പെടേണ്ടത് ഒരു ഭവനം മാത്രമല്ല, ഒരു സമൂഹമാകണം. ഇതാണ് ക്രിസ്തുവിലൂടെ ദൈവം ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിലൂടെ ക്രിസ്തു ആഗ്രഹിച്ചത് ലോകമൊക്കെയിലും പോയി സുവിശേഷം അറിയിക്കുക. കേവലം നിങ്ങളായിരിക്കുന്ന സന്തോഷങ്ങളുടെ ഒരു സ്ഥലത്തുള്ള സുവിശേഷത്തെക്കുറിച്ചല്ല. നമ്മൾ പലപ്പോഴും ഇന്ന് കാണുന്നത് എല്ലാം സൗഖ്യമുള്ള, സുഖമുള്ള സ്ഥലത്ത് നാം ചില ആത്മീക പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമേ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ല. നമ്മളിതൊന്നും മനസ്സിലാക്കുന്നതല്ലേ. നമുക്ക് പലപ്പോഴും ഏതോ ചില സ്ഥലത്ത് ചില സന്തോഷങ്ങൾ ലഭിക്കുന്നിടത്ത് നമ്മൾ വർഷങ്ങളായി ജീവിച്ചു പോവുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ വരുന്നില്ല. എല്ലാം സുഖമാണെങ്കിൽ നമ്മൾ പോവുക. അതുകൊണ്ടാണല്ലോ വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ ആരംഭിക്കുന്ന കർത്താവ് പറയുന്നത്, നഫ്താലി ഗോത്രത്തിലും സെബൂലൻ ഗോത്രത്തിലും ഒക്കെയും ദൈവം കടന്നു ചെന്നു. യേശു ക്രിസ്തു തൻ്റെ മിഷനുമായി കടന്നു പോവുകയാണ്, തൻ്റെ മിനിസ്ട്രിയുമായി പോവുകയാണ്, തൻ്റെ പരസ്യ ശുശ്രൂഷയുമായി പോവുകയാണ്. അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇരുളിലുള്ള പട്ടണങ്ങളെല്ലാം ദൈവത്തിൻ്റെ വെളിച്ചം കണ്ടുവെന്ന. ഇതാണ് ക്രിസ്തു പറയുന്ന മിനിസ്ട്രി. നാം നമ്മുടേതായ ഒരു വെളിച്ചമുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആത്മീകതകൾ പ്രവർത്തിക്കുകയല്ല. കുറച്ചുകൂടി ഇരുട്ടായ സ്ഥലത്ത് സെബൂലൻ ഗോത്രവും നഫ്താലി ഗോത്രവും ഇങ്ങനെ ഇരുട്ടുള്ള പ്രദേശം മുഴുവൻ വെളിച്ചം കണ്ടു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടെന്ന് പറയുന്നത് പോലെ, നിന്നിലൂടെ പണിയപ്പെടേണ്ടത് ഒരു ഭവനം മാത്രമല്ല, ശിഷ്യന്മാരിലൂടെ ക്രിസ്തു സഭയാണ് പണിയപ്പെട്ടത്, കേവലം അവരുടെ ഭവനങ്ങളല്ല. ഇങ്ങനെ വായിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. എന്നാൽ ക്രിസ്തു പറയുന്നത്, ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കുമ്പോഴാണ് നമ്മിലൂടെ ദൈവചൈതന്യം ഒഴുകുന്നത്. മറക്കരുത്. ഇവിടെ അതാണ് പറയുന്നത്, നിന്നിലൂടെ ദൈവചൈതന്യം ഒഴുക്കുന്നത് ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കുമ്പോഴാണ്, നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴാണ് നിന്നിലൂടെ ദൈവചൈതന്യത്തെ ഒഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യനെ വീണ്ടും ഞാനൊന്ന് പറയുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവത്തെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യനായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. അതുകൊണ്ടാണല്ലോ ക്രിസ്തു അവനെ നോക്കിയിട്ട് പറയുകയാണ്, നീ എന്നിൽ പ്രതീക്ഷിക്കുന്നത് എന്താ? നീ എന്നെ ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തുവിന് തോന്നി അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭൗതികപരമായ പല സാമ്രാജ്യങ്ങളും സന്തോഷങ്ങളും നേടിയെടുക്കുന്ന ഒരു വ്യക്തിയായി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണിക്കുന്ന ക്രിസ്തുവിലൂടെ താനും ചിലതൊക്കെ നേടിയെടുത്ത് തൻ്റേതായ ഒരു സാമ്രാജ്യം വികസിപ്പിക്കാമെന്നുള്ളൊരു ചിന്തയിലാണ് ഒന്നാമത്തെ മനുഷ്യനെ നമ്മൾ വായിക്കുന്നത്. അവിടെയാണ് ദൈവത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായി കാണുന്നവരോട് ക്രിസ്തു പറയുകയാണ്, തലചായ്ക്കുവാൻ ഇടമില്ല എന്നും കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുണ്ടെന്നൊക്കെ പറയുക. ഇത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശം, ക്രിസ്തുവിന് മരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കല്ലറ അദ്ദേഹത്തിൻ്റെതല്ല, താൻ ജനിച്ചു വീണ സ്ഥലം അദ്ദേഹത്തിൻ്റെതല്ല, ഈ ലോകത്തിലെ തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളൊന്നും അവൻ്റേതല്ല. പക്ഷേ എല്ലാം നിർമ്മിച്ചതാകാം. പക്ഷേ ഭൗതിക ലോകത്ത് വെച്ച് അദ്ദേഹം പറയുന്നു, ഒന്നും എനിക്കില്ല എന്ന്. ഇന്ന് പറയുന്നത് പോലെ ദൈവത്തെ അത്ഭുതങ്ങളിലൂടെ പ്രവർത്തിക്കുന്നവരായി കാണുന്നവരോട് ക്രിസ്തു പറയുന്നത്, ഇതൊന്നുമില്ലാതെ തലചായ്ക്കുവാൻ ഇടമില്ലാത്ത എന്നെ അന്വേഷിക്കാൻ പറ്റുമോ? ഇതാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയച്ചപ്പോഴൊക്കെ അങ്ങനെ നമ്മൾ വായിക്കണം. ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി ആ ഏറ്റവും ആവശ്യത്തിനുള്ളത് മാത്രം കരുതുക. നാളത്തെ ദിവസം ഭക്ഷണത്തിനില്ലായിരിക്കും, പക്ഷേ നാളത്തെ ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിനുള്ളത് വരും. അവിടെയാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങളിൽ എന്ന് നിങ്ങൾ അറിയുകയുള്ളൂ. അങ്ങനെ ജീവിതത്തിൽ നാളുകളിൽ ഒന്നുമില്ല എന്ന് തോന്നുന്ന ഒരു അനുഭവമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരികയും, എന്നാൽ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് എപ്പോഴും നിങ്ങൾക്ക് സമൃദ്ധി, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾ കാണണം. അല്ലാതെ കുറുനരുകൾക്ക് കൂടുള്ളതുപോലെയും ആകാശത്തിലെ പക്ഷികൾക്ക്, അല്ലെങ്കിൽ കുറുനരുകൾക്ക് കുഴിയുള്ളതുപോലെയും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുമുള്ളതുപോലെ സംരക്ഷിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ക്രിസ്തു അങ്ങനെ നിങ്ങളെ സംരക്ഷിക്കുന്നവനല്ല എന്ന ഒരറിവിലൂടെ നിനക്ക് ക്രിസ്തുവിനെ
തേടിപ്പിടിക്കാൻ കഴിയുമോ എന്നതാണ് ക്രിസ്തുവിൻ്റെ ചോദ്യം. നിൻ്റെ പ്രവൃത്തികളിലൂടെ നീ ദൈവത്തെ അറിയണം, അല്ലാതെയുള്ള പ്രവൃത്തികൾ നിഷ്ഫലമാണെന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിൻ്റെ പ്രവൃത്തികളിലൂടെ നീ ക്രിസ്തുവിനെ അറിയണം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെയല്ല നീ ദൈവത്തെ അറിയേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെ ദൈവത്തെ അറിയുന്നവരാണ്. പക്ഷെ നിൻ്റെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ അനുഭവിക്കുന്ന, കാണുന്ന, അനുഭവിച്ചറിയുന്ന ഒരു ആത്മീകതയിലേക്കുള്ള വളർച്ചയാണ് യഥാർത്ഥത്തിൽ നിന്നിൽ ഉണ്ടാകേണ്ടതെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തലചായ്ക്കുവാനൊന്നും ഇടമില്ല എങ്കിലും എൻ്റെ ദൈവം എന്നോടൊപ്പമുണ്ട് എന്ന് പറയുവാൻ, എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ അനുഗ്രഹങ്ങളൊന്നുമില്ല എങ്കിലും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം ഉണ്ട് എന്ന് നീ അനുഭവിച്ചറിയുന്ന ഒരു വളർച്ചയാണ് നീ ഉണ്ടാക്കേണ്ടതെന്നാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. എന്നാൽ ഈ വേദഭാഗത്തെ നമ്മൾ വായിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ടാകണം അവൻ്റെ പിന്നാലെ പോകേണ്ടത്. ഈ 3 മനുഷ്യരെയും കർത്താവ് പഠിപ്പിച്ചതാ. നീ എന്നെ അനുഭവിച്ചറിഞ്ഞിട്ടാകണം എൻ്റെ പിന്നാലെ വരേണ്ടത്, ഇല്ല എങ്കിൽ നീ പലപ്പോഴും പിറുപിറുക്കും. അടുത്ത കാലത്ത് ഞാൻ ഈ ആത്മീക ശുശ്രൂഷകളിലെ ചിലരെയൊക്കെ ദർശിച്ചപ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്, എനിക്ക് ചിലരൊക്കെ അല്പം കൂടിയൊക്കെ പഠനങ്ങളുമൊക്കെ നടത്തി ലോകപ്രകാരമുള്ള എൻജിനീയറിംഗ് ബിരുദമോ മറ്റ് ബിരുദങ്ങളൊക്കെ നേടി ഏതെങ്കിലുമൊക്കെ IT മേഖലകളിൽ ജോലി ചെയ്തിട്ട് ഒരു നല്ല സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന മേഖലകളിൽ നിന്ന് ഒന്ന് മാറി പൗരോഹിത്യ ശുശ്രൂഷയിലൊക്കെ ചിലരൊക്കെ വിളിക്കപ്പെട്ടു വന്നുണ്ട്. പക്ഷെ അവരൊരിക്കലും തിരിഞ്ഞു ചിന്തിക്കരുത്, എനിക്ക് ഭൗതിക ലോകത്തിൻ്റെ ജോലി ചെയ്തപ്പോൾ എനിക്ക് 50,000 60,000 സാലറി ഉണ്ടായിരുന്നു, ആ സാലറി അവൻ്റെ കൂടെ പഠിച്ചവർക്കും അവർക്ക് ലഭിച്ചിരിക്കുന്ന ബിരുദങ്ങൾ കണ്ടിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണസമ്പാദത്തിലൂടെ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ വഴിയെ പോയിട്ട് അന്വേഷിക്കരുത് എന്നുള്ളതാണ്. കാരണം ആ ജോലിയല്ല, ധനപരമായ ഒരു വളർച്ചയല്ല ക്രിസ്തു നിന്നിൽ ഈ ലോകത്ത് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നു. നീ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനാണ്, നിന്റെ രാജ്യത്തെ സ്ഥാപിക്കാനല്ല വിളിക്കപ്പെട്ടത്. പലപ്പോഴും ഇങ്ങനെ വിഷമിച്ചു പോകുന്ന ചില ആത്മീക ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയ തെറ്റായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊരു പക്ഷേ ലോകത്തെ നേടിയെടുക്കുവാനോ ധനപരമായി പലതും ഉണ്ടാക്കിയെടുക്കാനോ നിനക്ക് ആഗ്രഹമാണെങ്കിൽ ഈ വഴിയല്ല നല്ലത് എന്നതുകൂടി നമ്മളൊന്ന് വായിക്കണം. പലപ്പോഴും ഇന്ന് ലോകത്തിൽ തങ്ങൾ ഒരു ജോലി ചെയ്ത് നേടിയിരുന്ന സമ്പാദ്യത്തെക്കാൾ വലുത് പൗരോഹിത്യത്തിൽ വന്നിട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പരാജയമാണ്. അത് ആഗ്രഹിക്കരുത്, അത് തെറ്റാണെന്നുള്ള വലിയൊരു ദർശനമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞിട്ട് വേണം നീ ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാൻ. ഇത് നമ്മൾ അറിയണം. ക്രിസ്തുവിനെ അനുഭവിച്ചറിയാതെ നീ ക്രിസ്തുവിൻ്റെ വഴി തിരഞ്ഞെടുക്കരുത്. അങ്ങനെ ക്രിസ്തുവിനെ അനുഭവിച്ചിട്ടാണ് നീ വഴി തിരഞ്ഞെടുത്തെങ്കിൽ നിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതിലെല്ലാം ദൈവകൃപയുണ്ടാകും. നിന്റെ തീരുമാനങ്ങൾ ദൈവകൃപയില്ല എങ്കിൽ ഓർക്കുക, നീ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടല്ല ഈ വഴികളിലൂടെ നീ സഞ്ചരിക്കുന്നത് എന്നത് നമ്മളൊന്ന് പഠിക്കുന്നത് ഉചിതമല്ലേ? എന്നാൽ ക്രിസ്തു പറയുകയാണ്, ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നത് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അവൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പോയി എൻ്റെ അപ്പനെയും അമ്മയോടുമൊക്കെ അനുവാദം ചോദിച്ചു വരട്ടെ. മറ്റുള്ളവർക്കായി നന്മ പ്രവർത്തിക്കുമ്പോൾ അതാണ് ദൈവവഴി എന്നറിയണം. അപ്പനും അമ്മയും ബഹുമാനിക്കുന്നതോടൊപ്പം എൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനാണ് എൻ്റെ അപ്പനും അമ്മയും, എൻ്റെ മാതാവും സഹോദരി എന്നൊക്കെയാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അപരനെ നീ തിരിച്ചറിയുക എന്നതർത്ഥം. അപരൻ്റെ പ്രയാസങ്ങളും ആകുലതകളും ദുഃഖങ്ങളും ഒക്കെ അറിയുന്നവനായി മാറുക. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവിടെയാണ് നീ അപ്പനെയും അമ്മയൊക്കെ ബഹുമാനിക്കുന്നത്. നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനോടാവും ഞാൻ എൻ്റെ അപ്പനും അമ്മയോടൊക്കെ പറയട്ടെ, ഒരു ബഹുമാന സൂചന. നിൻ്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നീ കേവലം ഒരു ചടങ്ങായി തീരേണ്ടത്. നിൻ്റെ സമൂഹത്തിൽ അമ്മയും അപ്പനും അല്ലാത്തവരോട് നിനക്കുള്ള ആ പ്രതിബദ്ധതയാണ് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നു എന്നതിൻ്റെ സൂചന എന്നുകൂടി നമ്മൾ പറയണം. നീ യഥാർത്ഥത്തിൽ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നെങ്കിൽ സമൂഹത്തിൽ നാം കണ്ടുമുട്ടുന്നവരെയും അതുപോലെ ബഹുമാനിക്കാൻ പ്രാപ്തനാകുമെന്നുള്ള ഒരു അറിവിൽ നിന്നുകൊണ്ടാകണം ക്രിസ്തുവിനോട് ആ യുവാവ് ചോദിച്ചതിനെ നമ്മൾ വായിക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ നാമമാത്രമായി പല പ്രവൃത്തികളും ചെയ്യുന്നവരോട് നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ആഹ്വാനമാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിനർത്ഥം. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത് നാമമാത്രമായ ചില നന്മകളൊക്കെ ചെയ്തിട്ട് ഞാൻ പലതും ചെയ്തു ദൈവത്തെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവനോട് കർത്താവ് പറഞ്ഞു പോരാ.
നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു ആഹ്വാനമായിട്ടാകണം നീ എന്നെ അനുഗമിക്കുക. ഫോളോ മീ എന്ന് പറയുന്നതിനെ നമ്മൾ വായിക്കേണ്ടത്. ഫോളോ മീ എന്ന് പറയുന്ന, അനുഗമിക്കുക എന്ന് പറയുന്നത് നാമമാത്രമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നല്ല പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ഒരു ആഹ്വാനത്തിൽ നിന്നുകൊണ്ട് എന്നെ അനുഗമിക്കുക എന്ന് വായിക്കുവാൻ നമുക്ക് തയ്യാറാകണം. അപ്പോൾ ക്രിസ്തു ഈ വാക്കുകളോട് പറയുന്നത് ഇങ്ങനെയാണെന്ന് കൂടി വായിക്കുക. നീ പൂർണ്ണമായും അനുഗമിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആത്മാവ് നിന്നോട് പറയുമെന്നുള്ളതാണ്. നിന്റെ ഉള്ളിലെ ആത്മാവ് നിന്നോട് പറയുകയാണ് നീ എന്താണ് പ്രവർത്തിക്കേണ്ടത്. നീ പൂർണ്ണമായും ദൈവത്തെ അനുഗമിക്കുമ്പോൾ. ഇവിടെ ഇവരെ 3 പേർക്ക് സംശയമായി. നീ പൂർണ്ണമായി എന്നെ അനുഗമിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്ന വാക്കുകളെ മനസ്സിലാക്കാൻ സാധ്യം. ക്രിസ്തുവിൻ്റെ വാക്കുകൾ ദൈവ മനുഷ്യർക്ക് മനസ്സിലാകും. നമുക്ക് അറിവുള്ളത് കൊണ്ട് ക്രിസ്തുവിൻ്റെ വാക്കുകൾ മനസ്സിലാകണമെന്നില്ല. ദൈവ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തെ പൂർണ്ണമായി അനുഗമിക്കുമ്പോഴാണ് അവിടെ നമുക്ക് ആത്മീയത മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നീ പൂർണ്ണമായും എന്നെ അനുഗമിക്കുമ്പോൾ എന്താണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആത്മാവ് നിന്നോട് പറയും എന്നുള്ള തലത്തിൽ നമ്മൾ ഈ വേദഭാഗത്തെ വായിക്കണം. എന്നാൽ ഈ വേദഭാഗം പറയുന്നത് നമ്മുടെ ആത്മീയത ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമായി നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ഈ 3 യുവാക്കളെ നമ്മൾ വായിക്കേണ്ടത് അങ്ങനെ. നമ്മളെക്കാൾ ശ്രേഷ്ഠമായ ആത്മീയതയുള്ളവർ തന്നെയാണ് അവർ. അവർ ക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തു കണ്ടുമുട്ടിയവരാ. അപ്പോൾ അവർ അത്ര നിസാരന്മാരൊന്നുമല്ല. അതുകൊണ്ട് നിന്റെ ആത്മീയതയൊക്കെ ആചരണങ്ങളായി അനുഷ്ഠാനങ്ങളായി നിൽക്കുകയാണ്. ഈ 3 പേരിൽ ആചരണങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടാണ് ദൈവ ബന്ധമല്ല ആത്മീയത നിലനിൽക്കുന്നതെന്ന് നമ്മൾ വായിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ആത്മീയതയൊക്കെ ആചരണങ്ങളായി അനുഷ്ഠാനങ്ങളായിട്ട് നിൽക്കുകയാണോ എന്നതായിരിക്കണം നമ്മുടെ ചിന്ത. എന്നാൽ ക്രിസ്തു ഇവിടെ പറയുന്നത് ബാഹ്യമായിട്ടാകരുത് നീ ദൈവത്തെ അനുഗമിക്കേണ്ടത്, ആന്തരികമായിട്ടാണ്. അവിടെ പിന്നെ ചോദ്യങ്ങളില്ല. നമ്മളിപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ നിന്നെ വരട്ടെ എന്നൊന്നും വേണ്ട. നീ എവിടെയായിരുന്നാലും ക്രിസ്തു മാർഗത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ബാഹ്യമായിട്ടല്ല നീ ദൈവത്തെ അനുഗമിക്കേണ്ടത്, ആന്തരികമായിട്ടായിരിക്കണം. ആന്തരികമായി നീ ദൈവത്തെ കാണുന്നുണ്ടെങ്കിൽ നീ പിന്നീട് ക്രിസ്തുവിനോട് ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിക്കത്തില്ല. നീ ബാഹ്യമായിട്ടാണ് ക്രിസ്തുവിനെ അനുഗമിക്കുക. അതുകൊണ്ടാണ് നീ ക്രിസ്തുവിനോട് ചോദിക്കുന്നത് ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. ആന്തരികമായി നിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നീ ദൈവത്തെ അനുഗമിക്കുന്നെങ്കിൽ നീ ചോദിക്കുകയില്ല ഒരിക്കലും ദൈവത്തോട് ഞാൻ നിന്നെ അനുഗമിക്കട്ടെ. കാരണം നിന്റെ വഴികൾ നിശ്ചയമായി നിനക്ക് മനസ്സിലാകും ദൈവ വഴികളിലൂടെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ബാഹ്യമായിട്ടാകരുത് നീ ദൈവത്തെ അനുഗമിക്കേണ്ടത്, ആന്തരികമായിട്ടായിരിക്കണം. അവിടെ പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. നീ അന്വേഷിച്ചവയും കണ്ടെത്തിയവയും പൂർണ്ണമല്ല, നീ അതെല്ലാം എന്നിൽ നേടുക, അവിടെയാണ് നിനക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്നതെന്നാണ് ഈ 3 മനുഷ്യരോട് കർത്താവ് പറഞ്ഞത്. നീ ഇക്കാലം അത്രയും നീ ചിലതൊക്കെ കണ്ടെത്തി, അതൊക്കെ പൂർണ്ണമാണെന്നും നീ വിചാരിക്കുന്നു. നീ അന്വേഷിച്ചവയും കണ്ടെത്തിയവയൊക്കെ പൂർണ്ണമല്ല എന്നാണ് ഈ 3 യുവാക്കളോട് കർത്താവ് പറഞ്ഞത്. നീ അതെല്ലാം എന്നിൽ നിന്ന് നേടുക. നീ പലതിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചു. കേവലം എന്നെ അനുഗമിക്കുകയും നിന്റെ വഴികളിലൂടെ നീ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ലോകത്തിൻ്റെതല്ല. എൻ്റെ വഴികളിൽ നിന്നല്ല നീ പലതും അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്ത് നിന്റെ വഴികളിലൂടെ നീ തേടിപ്പോയി കണ്ടെത്തുന്നവ ക്രിസ്തുവിൻ്റെതാണെന്ന് ആരോപിക്കുക മാത്രം. അവിടെയാണ് നീ അന്വേഷിച്ചവയും കണ്ടെത്തുന്നവയും പൂർണ്ണമായും നീ അതെൻ്റേതല്ല, അത് എന്നിൽ നിന്ന് നേടുക, ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സന്തോഷം പൂർണ്ണമാവുകയുള്ളൂ എന്നതാണ് ഈ വേദഭാഗം പറയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തിൻ്റെ അവസാന വാക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്: ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനെയൊക്കെ ഉപേക്ഷിക്കുന്നുവോ അവിടെ നീ എന്നെ അനുഗമിച്ചു കഴിഞ്ഞു എന്ന അർത്ഥത്തിൽ നമ്മൾ വായിക്കണം. നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ നീ എന്തിനെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞുവോ അപ്പോൾ നീ എന്നെ അനുഗമിച്ചു കഴിഞ്ഞു. നിന്റെ ജീവിതത്തിൽ അതെല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിനക്കൊരിക്കൽ പോലും എന്നെ അനുഗമിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം ഈ വേദഭാഗത്തെ നമ്മൾ വായിക്കേണ്ടത്. ഈ 3 യുവാക്കളോടുള്ള കർത്താവിൻ്റെ സംഭാഷണത്തെയാണ് ഞാനൊന്ന് കൊണ്ടുവന്നത്. നമ്മൾ ആത്മീയതയിൽ എവിടെ നിൽക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി ആദ്യത്തേത്, പ്രതീക്ഷ കൂടാതെ ഈ ലോകത്തിലെ പലതും നിനക്ക് തരാതെ നിനക്ക് ദൈവത്തെ അനുഗമിക്കാൻ കഴിയുമോ? രണ്ടാമത്, അനുസരണത്തിലൂടെ ദൈവത്തെ അനുഗമിക്കാൻ കഴിയുമോ? മൂന്നാമത്, നിന്റെ പ്രവൃത്തികൾ നീ വിചാരിക്കാത്തതാണെന്ന് മനസ്സിലാക്കി നിനക്ക് ദൈവത്തെ അനുഗമിക്കാൻ കഴിയുമോ? ഈ 3 യുവാക്കളോടുള്ള ശബ്ദം
നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഒരു പ്രകാശമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ, എല്ലാ കൃപകളാലും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.